കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് നിരാശ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിന് പ്രത്യേക സഹായം ബജറ്റിൽ പ്രഖ്യാപിച്ചില്ല. വിഴിഞ്ഞം വികസനം, എയിംസ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളിൽ പരാമർശം പോലുമില്ലാത്തതും കേരളത്തെ നിരാശപ്പെടുത്തി. സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും ബജറ്റിനെ വിമർശിച്ച് രംഗത്തെത്തുകയും ചെയ്തു. സാമ്പത്തിക പിരിമുറുക്കം മറികടക്കാൻ 24,000 കോടിയുടെ പാക്കേജ്. ഇതായിരുന്നു കേരളത്തിന്റെ പ്രധാന ആവശ്യം. അതിൽ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസ പാക്കേജിലേക്ക് കേരളം സഹായം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അതുമില്ല. വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് പാക്കേജ്, എയിംസ് തുടങ്ങിയ ആവശ്യങ്ങളും പരിഗണിച്ചില്ല. വിദ്യാഭ്യാസ മേഖലയിലടക്കം ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ നേട്ടമാകില്ലെന്നും വിലയിരുത്തൽ. വിദ്യാലയങ്ങളിൽ ഇന്റർനെറ്റ് ഉറപ്പാക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ കേരളം നേരത്തെ നടപ്പാക്കിയതാണ്. കേരളത്തിന്റെ മാത്രമല്ല, ലോകത്തിന്റെ ആകെ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവമാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. അതിനകത്ത് ഒരു പാക്കേജ് ഏറ്റവും ന്യായമായ കാര്യമാണ്. അതിനകത്തൊന്നും പറഞ്ഞില്ല. ഇതിങ്ങനെ പൊതുവിൽ കേരളത്തിനോട് ഈ ബഡ്ജറ്റിൽ കാണിച്ചിരിക്കുന്ന സമീപനം അങ്ങേറ്റം നിരാശാജനകമാണെന്ന് കേരളം നേടിയ പുരോഗതി മുൻനിർത്തി ശിക്ഷിച്ചെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിപക്ഷവും കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വിമർശനമുയർത്തി. നിരാശാജനകമായ രീതിയിലാണ് ബജറ്റ് കേരളത്തെ സമീപിച്ചിരിക്കുന്നത്. വയനാട് പാക്കേജ് പോലും നമുക്ക് തന്നില്ല. സംസ്ഥാനം എന്നുള്ളൊരു പരാമർശം പോലും ഇല്ലാത്ത രീതിയിലുള്ള പൂർണ്ണമായ അവഗണനയാണ് കേരളത്തോട് ചെയ്തിട്ടുള്ളത്. IIT-കളുടെ വികസനത്തിനായി പ്രഖ്യാപിച്ച പദ്ധതിയിലൂടെ പാലക്കാട് IIT-ക്കും നേട്ടമുണ്ടാകും എന്നുള്ളതാണ് ഏക ആശ്വാസം. സഖ്യകക്ഷികളെ തൃപ്തിപ്പെടുത്തി കേന്ദ്ര സർക്കാരിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുടനീളമെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഇതുമാത്രമല്ല, കേരളവും കേന്ദ്രവും തമ്മിലുള്ള മറ്റൊരു തുറന്ന പോരിനുകൂടിയാണ് ബജറ്റിലൂടെ കളമൊരുങ്ങുന്നത്. R. അച്യുതൻ, 24 ഡൽഹി.